നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നിന്റെ ഏറെ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അത്യുന്നതനായി ആദ്യനും അന്ത്യനുമായി ഞങ്ങളുടെ വീണ്ടെടുപ്പ്, ഞങ്ങളുടെ നീതീകരണവും ഞങ്ങളുടെ രക്ഷയുമായിരിക്കുന്ന ഞങ്ങളുടെ സ്നേഹിതനും കർത്താവുമാവോട് കൂടെ ഒരു കൂട്ടായ്മ നൽകിയിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഹൃദയങ്ങൾ സർവ്വാശ്വാസം നൽകുന്ന ഞങ്ങളുടെ പിതാവ് ഞങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നല്ലോ. ഞങ്ങളുടെ ബലഹീനതകൾക്ക് മീതെ ക്രൂശിൽ നിവർത്തിച്ച നീതിയാൽ, കൃപയാൽ തന്നെ കർത്താവെ കവർ ചെയ്തുകൊണ്ട് ഞങ്ങൾ ചേർത്ത് നിർത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. സ്വന്തം എന്ന് പറയുമ്പോൾ ബലഹീനതകൾ മാത്രമുള്ള കർത്താവ്, ശത്രു മുമ്പാകെ നിൽപ്പാൻ തന്നെ നീയില്ലെങ്കിൽ സാധ്യമല്ല. നിന്റെ സ്നേഹത്തിന് കരുതലിനുമായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ തലമുറയിലും കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. വിദേശങ്ങളായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവ്, അവിടെ കൃത്യങ്ങളിലേക്കോ ലംഘനങ്ങളിലേക്കോ നോക്കാതെ അവർക്ക് വേണ്ടി നീ പാപയാഗമായി തീർന്ന് ഉയർത്തെഴുന്നേറ്റ നീ കൊടുത്ത വില ഓർത്തുകൊണ്ട് മാത്രം കർത്താവ് അവരെ ആയിരിക്കുന്ന ഇടങ്ങളേക്ക് പരിപാലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവഴുത്തിൽ ധ്യാനിപ്പാൻ കൃപ നൽകിയാട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ വീണ്ടും കർത്താവ് നമുക്കൊരു കൂട്ടായ്മ നൽകിയത് ഓർത്തുകൊണ്ട് സന്തോഷത്തോടെ അവൻ്റെ സന്നിധിയിലായിരിക്കാം. കഴിഞ്ഞ ദിവസം, അതായത് 27 ഫെബ്രുവരി 2026, ഇന്നലെ ഈ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇൻ ബിറ്റ്വീനിൽ ഒരു ഹാഫ് ടൈം കഴിഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞു, ആ ക്ലാസ് നിർത്തിയിട്ട് ഇസയ്ക്ക് പ്രവചനത്തെ ആധാരമാക്കിക്കൊണ്ട് നമ്മൾ കുറേ ഏകദേശം 25 or 27 എപ്പിസോഡ്സ് ചെയ്തിട്ടുള്ളതാണ്. പെട്ടെന്ന് ആ കാര്യം ഒന്ന് സംസാരിക്കാൻ പറയുന്നതായിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം അല്പമായി, കാരണം ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല, സ്ലൈഡ്സുകളൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഓൾറെഡി സ്ലൈഡ്സ് എടുക്കണം. അപ്പോൾ ഞാൻ പിന്നെ മെസ്സേജ് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ ആത്മാവ് ആ മെസ്സേജിന് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ പെട്ടെന്ന് അവിടെ നിർത്തിയിട്ടാണ്. നിങ്ങൾ ആ വീഡിയോ കണ്ടറിയാൻ പറ്റും, അല്ലെങ്കിൽ ലൈവ് കണ്ടവർക്ക് അറിയാം. ഞാൻ ഇടയ്ക്ക് അതെല്ലാം ഒന്ന് ഒരു ചെറിയ ഡ്യൂറേഷൻ ഒന്ന് സെർച്ചൊക്കെ ചെയ്തിട്ടാണ് ഞാൻ മറ്റ് സ്ലൈഡുകളൊക്കെ എടുത്തിട്ട് കണ്ടിന്യൂ ചെയ്ത്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവാണ് സംസാരിച്ചത്. ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഇന്നലെ രാത്രി അല്ലെങ്കിൽ ഇന്ന് മിക്കവാറും ഇസ്രായേലും അമേരിക്കയും കൂടെ ഇറാനെ ആക്രമിക്കുമെന്ന്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ, സാധാരണ വൈകിട്ട് രാത്രിയിലാണ് ഇങ്ങനെയുള്ള യുദ്ധങ്ങൾ ചെയ്യുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായിട്ടായിരുന്നു. ഇറാനികൾക്ക് ചാൻസ് കൊടുക്കാതെ, അതും പ്രത്യേകിച്ച് അവർ ഇന്നലത്തെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഇന്ന് പകല് എല്ലാവരും മീറ്റിംഗ് കൂടുന്ന ഒരു ദിവസമായിരിക്കും. അതുകൊണ്ട് അവിടെ നല്ല ഇൻ്റലിജൻസ് റിപ്പോർട്ട് കൂടിയായിരുന്നു ഒരു ആക്രമണം തുടങ്ങിയത്. നിങ്ങൾക്ക് വാർത്തകളൊക്കെയും അവിടെ ഇവിടെയൊക്കെയും കിട്ടും. ഞാൻ വാർത്തകൾക്ക് ഞാൻ യഹൂദനായിരുന്ന വിശ്വാസിയായിരിക്കുന്ന അമീറിൻ്റെ ചാനൽ ഞാൻ മിക്കവാറും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ കാണാത്തൊരാരുണ്ട്, ആരെങ്കിലും ഇപ്പോൾ യൂട്യൂബിൽ കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യാം. ലൈവായിട്ടുള്ള, ലൈവ് എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ പെട്ടെന്ന് അവർ പല പല സൈറ്റുകളിൽ നിന്നും തേടിയെടുക്കുകയും ഇതിനകത്ത് ആയിരക്കണക്കിന് വ്യാജ വാർത്തകൾ വരും. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. അവർ ഈ സബ്ജക്റ്റിൽ മാത്രം ഇൻവോൾവഡ് ആയിരിക്കുന്നതുകൊണ്ട് വ്യാജ വാർത്തകൾ എവിടെ നിന്നാണെന്നും എന്തൊക്കെയാണെന്ന് അവർക്ക് കണ്ട് പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അവരുടെ അടുത്തൊക്കെ കിട്ടുന്ന നമുക്ക് ഒരു 90% വിശ്വസിക്കാം എന്നുള്ള വാർത്തകളായിരിക്കും. ഇനിയോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം റിലേഷൻസ് ഓഫ് ക്രൈസ്റ്റ് ടു ദ ചർച്ച്, അല്ലെങ്കിൽ ക്രിസ്തുവും ദൈവസഭയും. ദൈവസഭ എന്ന് പറയുമ്പോൾ നമ്മൾ വ്യക്തിപരമാണ് ചിന്തിക്കണം, ഉള്ള ബന്ധം എന്താണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സബ്ജക്റ്റിനകത്ത് എന്തുകൊണ്ട് ഈ ഒരു സബ്ജക്റ്റ് ഇസയ്ക്ക് പ്രവചനത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ വിഷയം കടന്നു വരുന്നത് ചോദിച്ചാൽ, ഇസയ്ക്ക് പ്രവചന പുസ്തകത്തിൽ 38 പറഞ്ഞിരിക്കുന്ന ആ വേഴ്സ് 1 to വേഴ്സ് 16, 17 വരെ നടക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റൊരു അടയാളം നമുക്ക് തന്നിട്ടില്ല. അതായത് എതിർ ക്രിസ്തു ഫിസിക്കലായിട്ട് വെളിപ്പെടാതിരിക്കത്തക്കവണ്ണം ഇതുവരെ തടയുന്നത് ദൈവസഭയാണ്. പരിശുദ്ധാത്മാവ് ദൈവസഭയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ദൈവസഭ, അതായത് ഇതുവരെ തടയുന്നവൻ നീങ്ങിപ്പോകണം. അപ്പോൾ സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ആൻറ്റി ക്രൈസ്റ്റ് ഫിസിക്കലായിട്ട് അപ്പിയർ ആകും. ഇപ്പോൾ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ സ്പിരിറ്റ് അപ്പോസ്തല പ്രവൃത്തിയെല്ലാം ഈവൻ ലേഖനങ്ങളൊക്കെ എഴുതുന്ന കാലത്ത്, അതായത് 1st സെഞ്ച്വറിയിൽ തന്നെ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ പ്രവൃത്തി വളരെ ശക്തമായിട്ട് നടന്നുകൊണ്ടിരുന്നു. അന്ന് ദേവദാസന്മാർ വളരെ ശക്തിയോടുകൂടെ അവയെ എതിർത്ത് അവയെ അടക്കി വാടിക്കൊണ്ടിരുന്നു. ഇന്നും നമുക്കതിന് കൃപയുണ്ട്. അതിന് പ്രത്യേക കൃപാവരൊന്നും വേണ്ട. നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുക, അയ്യോ ഞാനിതിനൊന്നും യോഗ്യനല്ല, യോഗ്യതയല്ല. ഒരു ആവശ്യമില്ല.
ഒറ്റ കാര്യം മാത്രമാണ്, ക്രിസ്തു നിങ്ങളിൽ വസിക്കുകയും നിങ്ങൾ ക്രിസ്തുവിൽ വസിക്കുകയും ചെയ്യണം. ആരും അറിഞ്ഞുകൊള്ളുന്നില്ല, നമ്മളിന്ന് ആരും അറിയുന്നില്ല. നമ്മുടെ ചാനലൊക്കെ 5 പേര് 10 പേര് 2 പേര് 3 പേരൊക്കെ കാണുന്നുള്ളൂ. ആരും അറിയേണ്ട, അത്രയും നല്ലതാണ്. എന്നാൽ ദൈവത്തിന് അറിയേണ്ടതെന്ന് ചോദിച്ചാൽ കർത്താവ് ആവശ്യമുള്ളത് അറിയിച്ചോളും. ക്രിസ്തു നമ്മളിലുണ്ടോ, അവൻ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവനായി തൻ്റെ പ്രവൃത്തി നമ്മളിൽ കൂടെ ചെയ്തെടുക്കും. ദൈവസഭയിൽ കൂടെയാണ് അക്കോർഡിംഗ് ടു എഫെഷ്യൻസ് ചാപ്റ്റർ 1:19-23 ക്രിസ്തു പ്രവർത്തിക്കുന്നത്. അവനോട് കൂടെ നമ്മെയും സർവ്വത്തിൻ്റെ മീതിതയാക്കിയിരിക്കുകയാണ്, സകലത്തെയും നമ്മുടെ കാൽ കീഴാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മളാണ് ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് ഈ പ്രവൃത്തികളെ കൺട്രോൾ ചെയ്യേണ്ടത്. അപ്പോൾ ദൈവസഭയുടെ വിഷയം എന്ന് പറഞ്ഞാൽ ആൻറ്റി ക്രൈസ്റ്റ് വരുന്നതിന് മുമ്പ് സഭ എടുക്കപ്പെടണം. അപ്പോൾ എസെക്കിയേൽ പ്രവചനത്തിൻ്റെ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചതായിരുന്നു. അതിൻ്റെ പെട്ടെന്ന് ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ചിട്ട് പോകാം. എസെക്കിയേൽ 38 വേഴ്സ് ഒരു 14 തുടങ്ങി വായിക്കുന്നേ ഉള്ള ഇതൊക്കെ നിങ്ങൾ വായിച്ചത്, നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചതാണ്. ആകയാൽ മനുഷ്യപുത്ര, നീ പ്രവചിച്ച് ഗോഗിനോട് പറയേണ്ടത്, യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ ജനമായ ഇസ്രായേൽ നിർഭയം വസിക്കുന്ന അന്നാളിൽ നീ അത് അറിയുകയല്ലോ. ഇപ്പോൾ ഇസ്രായേൽ നിർഭയമല്ല വസിക്കുന്നത്. ചുറ്റുപാട് നിന്നും മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു റോങ് ഐഡിയോളജി വെച്ചുകൊണ്ട് ഇപ്പോൾ അവരെ ആക്രമിക്കാൻ നോക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. എന്നാൽ ഈ പ്രവചനം പറയുന്നത് ഒരു റിലീജിയൻ അല്ല, മറ്റു രാജ്യങ്ങളുടെ ഒരു കോalition. റഷ്യയെ ഹെഡ്ഷിപ്പാക്കിക്കൊണ്ട് ഇറാന്, ടർക്കി, അതുപോലെ തന്നെ എത്യോപ്യ, ഇവിടെ ലിബിയ, ഈസ്റ്റേൺ യൂറോപ്പ്, ഇങ്ങനെ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു കോalition ഉണ്ടാക്കിയിട്ടാണ് ആക്രമിക്കുന്നത്. ആ സമയത്ത് അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ സഹായിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരണം. അതിപ്പോൾ വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നടക്കുന്നത്, ഇപ്പോൾ ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നടക്കുന്നത് അതിൻ്റെ ഒരു ഫോർമേഷന് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഇതിൽ നിന്നും ഒരു ഫോർമേഷൻ ഉണ്ടാകുകയും ഒരു പക്ഷേ ഇറാൻ്റെ ഇപ്പോഴത്തെ ഭരണകൂടം തന്നെ മാറുവാൻ സാധ്യതയുണ്ട്, ഒരു 99%. ഇന്നത്തെ മെസ്സേജുകൾ അത്രയും കൺഫേംഡ് അല്ല. ഇറാൻ്റെ അതായത് IRGCയുടെ ഹെഡായിരിക്കുന്ന അലി ഖൊമൈനി വധിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ വധിക്കപ്പെട്ടു. രാവിലെ തന്നെ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സക്സസ് ആയി എന്നാണ്, പക്ഷേ ഒഫീഷ്യൽ റിപ്പോർട്ടുകളൊന്നും കൊടുത്തിട്ടില്ല. ഇറാൻ അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ മരിച്ച കാര്യം അംഗീകരിച്ചു, പക്ഷെ അലി ഖൊമൈനിയുടെ കാര്യത്തെ പെട്ടെന്ന് പറയില്ല. എന്തായാലും നമുക്ക് ആ ഒരു വിഷയമല്ല. അടുത്ത് പറയുന്നത്, നീയും നിന്നോടുകൂടെ പല ജാതികളും ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത്, ഇവിടെ പറഞ്ഞിരിക്കും പല ജാതികളും ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറി ഒരു മഹാസംഭവം മഹാസൗന്യമായി നിന്റെ ദിക്കിൽ നിന്ന് വടക്കേറ്റുന്നത് തന്നെ വരും. ദേശത്ത് മറക്കേണ്ടത് ഒരു മേഘം പോലെ നീ എൻ്റെ ജനമായ ഇസ്രായേലിന് നേരെ വരും. ഗോഗെ, അന്ത്യകാലത്ത് ജാതികൾ കാണുക, ഞാൻ എന്നെ തന്നെ നിങ്ങൾ വിശദീകരിക്കുമ്പോൾ അവർ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്നെ അറിയേണ്ടതിന് ഞാൻ നിന്നെ എൻ്റെ ദേശത്തിന് നേരെ വരുമാറാക്കും. യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഇന്നെ ഇസ്രായേലിന് വിരോധമായി വരുത്തുമെന്ന് പണ്ടത്തെ കാലത്ത് അനേകം സംവത്സരങ്ങളായി പ്രവചിച്ചു പോന്ന അവരുടെ പ്രവാചകന്മാരായ എൻ്റെ ദാസന്മാർ മുഖാന്തരം ഞാൻ അന്ന് അരുളിച്ചത് നിന്നെക്കുറിച്ചല്ലയോ? ഇസ്രായേൽ ദേശത്ത് വിരോധമായി ഗോഗ് വരുന്ന അന്നാളിൽ എൻ്റെ ക്രോധം എൻ്റെ മൂക്കിൽ ജ്വലിക്കും എന്ന് യഹോവയെ കർത്താവിൻ്റെ അരുളപ്പാട്. അന്നാളിൽ നിശ്ചയമായിട്ട് ഇസ്രായേൽ ദേശത്ത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകും എന്ന് ഞാൻ എൻ്റെ തീഷ്ണതയിലും എൻ്റെ ക്രോധത്തിലും അരുളി ചെയ്യുന്നു. അങ്ങനെ സമുദ്രത്തിലെ മത്സ്യം എന്ന് പറഞ്ഞാൽ നേവൽ ഫോഴ്സ്, ആകാശത്തിലെ പറയും എന്ന് പറഞ്ഞാൽ എയർഫോഴ്സ്, കാട്ടിലെ മൃഗവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഫോഴ്സ്, നിലത്തെഴുന്ന ഇഴജാതിയൊക്കെ ടാങ്ക് പോലുള്ള കാര്യങ്ങളൊക്കെയും ഭൂതലത്തിലെ സകല മനുഷ്യരും എൻ്റെ സന്നിധിയിൽ വിറയ്ക്കും. ഇപ്പം ഭൂതലത്തിൽ സകല മനുഷ്യരും വിറയ്ക്കത്തക്കവണ്ണം അവിടെ പറഞ്ഞിരിക്കും, മലകൾ ഇടിഞ്ഞു പോകും, കടുന്തൂക്കങ്ങൾ വീണു പോകും, എല്ലാ മതിലും നിലം പരിചാകും എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് തേർഡ് ടെമ്പിൾ പണിയത്തക്കവണ്ണമുള്ള ഒരു സാഹചര്യം ഒരുങ്ങും. ഭൂതലത്തിൽ സകല മനുഷ്യരും എൻ്റെ സന്നിധി വിറയ്ക്കുമെന്ന് പറഞ്ഞാൽ ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത ഒരു എർത്ത് ക്വയ്ക്കായിരിക്കണം നാം സംഭവിക്കുന്നത്. ഇസ്രായേലിൽ സംഭവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ സുനാമി ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ വേൾഡ് വൈഡായിട്ട് മെഡിറ്ററേനിയൻ സീയിൽ കൂടെ പാസ് ചെയ്ത് അറേബ്യ സീയിലേക്കൊക്കെ വന്ന് വളരെ ഈസി ആയിട്ട് എല്ലായിടത്തും വരാം. നമ്മൾ ഇപ്പോൾ അതായത് ഒരു 10-20 വർഷത്തിലൂടെ ജീവിക്കുന്നവർ സുനാമി കണ്ടവരാ. വലിയ
മഹാവ്യാധി COVID-19 വലിയ മഹാവധി കണ്ടവരാണ്. കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പ് സിറിയയിലും ടർക്കിയിലും വലിയ വലിയ ഭൂകമ്പങ്ങൾ കണ്ടവരാണ്. ഇതേപോലൊരു യുദ്ധം അടുത്ത കാലത്തെങ്ങും ഉണ്ടായിട്ടില്ല. അമേരിക്കയുടെ യുദ്ധസന്നാഹങ്ങൾ കണ്ടാൽ തന്നെ വിറച്ചു പോകുന്ന വിധത്തിലുള്ള യുദ്ധസന്നാഹങ്ങളാണ് അമേരിക്ക ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് കുറച്ച് നാൾക്ക് തുടരും. ഒരു പക്ഷേ 1-2 ആഴ്ച തുടർന്ന് പോകാൻ സാധ്യതയുണ്ട് എന്ന് വേണം ചിന്തിക്കുന്നത്. അപ്പോൾ അമേരിക്കയും ഇസ്രായേലും തമ്മിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പലരും സപ്പോർട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈവൻ അമേരിക്കയ്ക്കും ഇസ്രായേലിന് തന്നെ കാര്യം തീർക്കാവുന്നല്ലോ. അത്രമാത്രം ഫോഴ്സിനെയാണ്, മിലിറ്ററി ഫോഴ്സുകളെയാണ് അമേരിക്ക ഗ്യാദർ ചെയ്തിരിക്കുന്നത്. ഇനിയും വന്നുകൊണ്ടിരിക്കുന്നു. ഇസ്രായേലിന് അവസരം കിട്ടിയാൽ ഇസ്രായേലിന് തന്നെ തീർക്കാൻ പറ്റാവുന്ന കാര്യമുള്ളത്. അത്രയും കാരണം അവരുടെ ഡിഫൻസിന് വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ ബേസുള്ള ഈ കൺട്രികൾ നിങ്ങൾക്കൊക്കെ അറിയാൻ സാധിക്കും. ടർക്കിയിലുണ്ട്, സിറിയയിൽ. ടർക്കി അവരെ ആക്രമിക്കുകയില്ല, അവർ സപ്പോർട്ട് ചെയ്യുന്നതാണ്. എന്നാൽ സിറിയയെ, കുവൈറ്റിനെ ഓൾറെഡി ആക്രമിച്ചിരിക്കുന്നു, ജോർഡാനെ ആക്രമിച്ചിരിക്കുന്നു, ഇറാഖിലുള്ള അവർ ബേസിനെ ആക്രമിച്ചിരിക്കുന്നു, സൗദി അറേബ്യയെ പെട്ടെന്ന് ആക്രമിക്കാൻ ധൈര്യമില്ലാത്തതാണ്, പക്ഷേ സൗദി ആക്രമിച്ചിരിക്കുന്നു, ബഹ്റിൻ ആക്രമിച്ചിരിക്കുന്നു, UAE-യിലും ആക്രമണം നടന്നിട്ടുണ്ട്, അബുദാബിയിലും അതുപോലെ തന്നെ ദുബായിലും ആക്രമണം നടന്നിട്ടുണ്ട്, ഖത്തർ ബേസിൽ ആക്രമണം നടന്നിട്ടുണ്ട്, ഒമാനിൽ ആക്ച്വലി അവരുടെ ബേസ് ഇല്ലെങ്കിൽ തന്നെയും ആക്രമണം നടന്നിട്ടുണ്ടെന്ന് അറിയണം. ഇവിടേക്ക് നമ്മുടെ ബന്ധുക്കളും ചർച്ചക്കാരും ഒക്കെ ഉണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് ഈ അധികാരം തന്നിരിക്കുന്നത് ദൈവസഭയ്ക്കാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന വളരെ വിലയേറിയതാണ്. ആരും നശിച്ചു പോകാനല്ല ആഗ്രഹിക്കുന്നത്, എന്നാൽ ദൈവത്തിൻ്റെ പ്രവചനങ്ങൾ പൂർത്തീകരിക്കണം. അപ്പോൾ ഈ അമേരിക്കൻ ബേസുകളുള്ള കൺട്രികളിലേക്ക് ഇറാൻ ആക്രമണം നടത്തി. കാരണം അവർക്ക് നേരിട്ട് അമേരിക്കയെ ആക്രമിക്കാനുള്ള കഴിവില്ല. അവരുടെ കയ്യിൽ മിസൈൽസ് മാത്രമേ ഉള്ളൂ. ലോങ് റേഞ്ച് മിസൈൽസ് ഉണ്ട്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പുള്ള മിസൈൽസ്, അതുപോലെ ലോ ആൾട്ടിറ്റ്യൂഡിൽ പറന്നു പോകാൻ കഴിവുള്ള സൂയിസൈഡ് ഡ്രോൺസ് വളരെയധികമുണ്ട്. അതിന് പെട്ടെന്ന് സാറ്റലൈറ്റ് വഴിക്കോ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഇൻ്റലിജൻസ് വഴിക്കോ കണ്ടുപിടിക്കാൻ സാധ്യതയാണ്. റഡാറുകൾക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ആക്രമണം അത്ര മേജർ ഡിസ്ട്രാക്ഷൻ സംഭവിക്കില്ലെങ്കിൽ തന്നെയും ഭീതി പരത്താൻ സാധിക്കും, ലൊക്കേറ്റ് ചെയ്ത് ആക്രമിക്കാൻ സാധിക്കും. എന്നാൽ 100 കണക്കിന് F-16, F-15, F-12, F-35 അതുപോലെ വളരെ ഹൈ ടെക്നോളജിയുള്ള ഫ്ലൈറ്റുകളെയാണ് അമേരിക്ക നിർത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ കയ്യിലുമുണ്ട്. അവരവസരം അമേരിക്കയുടെ ഒരു കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അവിടുത്തെ മിസൈൽ സെൻറ്ററുകൾ, അവരുടെ ന്യൂക്ലിയർ പ്രോഗ്രാം, അതേപോലെ തന്നെ റെജ്യൂം ചെയ്യുന്ന കാര്യങ്ങൾ മിക്കവാറും ഈ സമയത്ത് നടന്നിരിക്കും. അപ്പോൾ ഇറാന് അമേരിക്കയുടെ ബേസുള്ള ഈ രാജ്യങ്ങളെ ആക്രമിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം അവർക്ക് അമേരിക്കയെ ഡയറക്റ്റ് ചേർക്കാൻ സാധ്യമല്ല, ഇസ്രായേലിനെ എടുക്കാൻ സാധ്യമല്ല. പക്ഷേ ഈ രാജ്യങ്ങളിലേക്കുള്ള സിവിലിയൻസിൻ്റെ അടുത്തേക്ക് മിസൈൽസുകൾ അയക്കുകയാണെങ്കിൽ ആ രാജ്യങ്ങൾ പ്രതികരിക്കുകയും അമേരിക്കയെ കൺവിൻസ് ചെയ്തുകൊണ്ട് ഒതുക്കാൻ സാധ്യതയുണ്ട്. ഇറാൻ ഈ വിഷയത്തിൽ ഒതുങ്ങിപ്പോകുന്നു വിചാരിക്കേണ്ട. ഒരു പക്ഷേ റെജീം ചേഞ്ച് ആകാം. പക്ഷേ ഇപ്പം റിലീജിയസ് വൈസിൽ പറയുന്നത് രാജ്യത്തിൻ്റെ പേരാണെങ്കിലും രാജ്യത്തിൻ്റെ പേരിലല്ല നടക്കുന്നത്, റിലീജിയസ് വൈസിൽ തന്നെയാണ് നടക്കുന്നത്. ജ്യൂസിനെ നീക്കിക്കളയണം. ജ്യൂസിനെ നീക്കിൽ ഇപ്പോൾ ഡിഫെൻഡ് ചെയ്യുന്നത് ജ്യൂസ് മാത്രമേ ഉള്ളൂ. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഡിഫെൻഡ് ചെയ്യുന്നില്ല. ആഫ്രിക്കൻ കൺട്രീസുകൾ വളരെയധികം കൊലപാതകം നടക്കുന്നുണ്ട്. ആരും ഒരു ന്യൂസ് പോലും പറയുന്നില്ല. തൗസൻഡ്സ് ഡെയിലി കൊല്ലപ്പെടുന്നുണ്ട്, ആരും അറിയുന്നില്ല. പക്ഷേ ഇസ്രായേൽ നടക്കുമ്പോൾ അത് അപ് ടു ഡേറ്റ് ആയിട്ട് ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വേൾഡ് വൈഡ് അത് അറിയുന്നുണ്ട്. അപ്പോൾ ജ്യൂസിനെ നീക്കി കഴിഞ്ഞാൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് ബാക്കിയുള്ളത്. ബാക്കിയെല്ലാം ചെറിയ ചെറിയ ഹിന്ദുസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലും കുറച്ച് ഇന്തോനേഷ്യയിലും അവിടെയൊക്കെ കുറച്ചേ ഉള്ളൂ. വളരെ പെട്ടെന്ന് അവർക്ക് കാര്യം തീർക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അമേരിക്ക വളരെ കാര്യമായിട്ട് തന്നെ ഈ കാര്യം ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യം റിലീജിയസ് വൈസിൽ നിന്ന് ഒരു നെക്സ്റ്റ് ഒരു കോയലീഷൻ, കൺട്രി വൈസായിട്ടുള്ള ഒരു കോയലീഷൻ ഫോം ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് ഓരോരുത്തരും ഈ BBC, CNN പോലെയുള്ള ന്യൂസുകളൊക്കെയും ഇപ്പോൾ ഈ മുസ്ലിം കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇറാനെയോ UAE-നെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ്
അതൊക്കെ നല്ല പേരെടുത്ത ന്യൂസ് ഏജൻസികളായിരുന്നു. ഇപ്പോൾ തീർത്തും ഭോഷത്തരമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ 99% മീഡിയകളും റോങ് ഇൻഫർമേഷനാണ് തരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അമീർ സഫാത്തിയുടെ ലിങ്ക്, അതുപോലെ തന്നെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ അറിയാൻ സാധിക്കും ട്രൂത്ത് എവിടെ നിന്നൊക്കെ വരുന്നെന്നുള്ളത്. അതുപോലെ നിങ്ങൾ ട്രൂത്ത് കണ്ടുപിടിക്കാൻ നോക്കുക. കാരണം നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ പെട്ടെന്ന് നമ്മുടെ മൈൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞു പോകും. അത് വളരെ അപകടമാണ്. നമ്മുടെ ഹൃദയത്തിൽ അറിയാതെ കൊണ്ട് നമ്മൾ തെറ്റിലേക്ക് ചാഞ്ഞാൽ നമ്മുടെ ഹൃദയം വശീകരിക്കപ്പെടാതെ, എന്നാൽ നല്ലത് മിണ്ടാതിരിക്കുന്നത് നല്ലതെന്ന് തോന്നും. പക്ഷേ ഒരുക്കപ്പെടാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഒരു രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു കോalition ഓൾറെഡി ഇപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. റഷ്യയും ചൈനയുമാണ് ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ അവർ പ്രത്യക്ഷത്തിൽ രാജ്യമായിട്ട് പറയുന്നില്ലെന്ന് മാത്രം. അതിൽ നിന്ന് റഷ്യയുടെ കീഴിൽ രാജ്യങ്ങളുമായിട്ടുള്ളൊരു കോalition വരുന്നുണ്ടെങ്കിൽ അടുത്ത് റഷ്യയുടെ നേതൃത്വത്തിലായിരിക്കും ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. ആ സമയത്താണ് അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയും, എന്നാൽ ആ സമയത്ത് ദൈവത്തിൻ്റെ ഇൻ്റർഫിയറൻസ്. ദൈവം ഇതെന്തിനു വേണ്ടി ചിന്തിരിക്കുന്നത്? യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റണം. ഇസ്രായേൽ യേശുവിനെ മശിയായിട്ട് അംഗീകരിക്കണം. അതിപ്പോൾ നടക്കുന്നതല്ല. ആൻറ്റി ക്രൈസ്റ്റിൻ്റെ വാഴ്ചയിൽ 3.5 വർഷം കഴിഞ്ഞതിന് ശേഷം നടക്കാൻ പോകുന്ന കാര്യമാണ്. അവർ കുത്തിവെങ്കിലേക്ക് നോക്കുന്നത്. ആ സമയത്ത് ദൈവം ഇസ്രായേലിനെ ചേർത്തുകൊള്ളും. പക്ഷേ നമുക്ക് ജാതികളായിരിക്കും നമുക്ക് അവസരമുള്ളത് ഈ ആൻറ്റി ക്രൈസ്റ്റ് ഫിസിക്കലായിട്ട് വെളിപ്പെടുന്നത് വരെയാണ്. അതേ സമയത്ത് ദൈവസഭയായിരിക്കും നമ്മുടെ ഒരു ഉത്തരവാദിത്തമുണ്ട്. ആൻറ്റി ക്രൈസ്റ്റ് ഫിസിക്കലായിട്ട് വെളിപ്പെടാതിരിക്കത്തക്കോണം അതിനെ തടയുക. നമ്മുടെ ഹൃദയം കൊണ്ട് അത് സാധിക്കും, നമ്മുടെ വിശ്വാസം കൊണ്ട് അത് സാധിക്കും, നമ്മുടെ പ്രാർത്ഥന കൊണ്ടും ദൈവവചനത്തിൻ്റെ ഉപദേശങ്ങളിൽ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥന, വെറുതെയുള്ള പ്രാർത്ഥനയല്ല. മറ്റുള്ളവർ പ്രാർത്ഥിക്കുക എന്തൊക്കെ ആയിക്കോട്ടെ, ദൈവസഭയിൽ ശരിയായ ഉപദേശത്തിൽ നിന്ന് ക്രിസ്തുവിൽ വസിക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് വലിയ വിലയുണ്ട്. അതാണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആ സബ്ജക്റ്റിൽ നിന്ന് ഇടവും വലവും മാറാതെ. അതിനാണ് ഈ ചെയിൻ പ്രയർ എന്ന് ഒരാൾ പ്രാർത്ഥിച്ചതിന് ശേഷം മറ്റൊരാൾ പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ആ ഫോക്കസിൽ നിന്ന്, ആ സബ്ജക്റ്റിൻ്റെ ഫോക്കസിൽ നിന്ന് ഇടവും വലവും മാറാതെ ഉള്ള പ്രാർത്ഥന, അത് നമുക്ക് വിജയികളായി തീരാൻ സാധിക്കും. അതുകൊണ്ട് ഞാനിത് വലിയ ലോങ് എപ്പിസോഡായിട്ട് പോകുന്നില്ല. ദൈവത്തിൻ്റെ ആത്മാവിൽ തന്നെ നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ 1-2 സ്ലൈഡുകൾ മാത്രം എടുത്തിട്ട് ഈ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥനയിൽ ഓർക്കുക, നമ്മുടെ ബന്ധുമിത്രാദികളുണ്ട്. ഈവൻ ഇറാനിൽ പോലും സിവിലിയൻസ് വളരെ ഫാസ്റ്റായിട്ട് റിലീജിയസ്, അതായത് ക്രിസ്ത്യൻ കൺവേർഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കൺട്രിയാണ്. ഒത്തിരി ട്രബിൾ ആണെങ്കിൽ തന്നെയും ക്രിസ്ത്യൻ റിലീജിയൻ സ്ഥാപിക്കുക എന്നുള്ളതല്ല. ഹ്യൂമാനിറ്റിയിൽ ഈവൻ മുസ്ലിം സ്നേഹിതന്മാർ പോലും ക്രിസ്തുവിനെ അറിയുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക്. ദൈവമേ കർത്താവ് സഹായിക്കട്ടെ. പരിശുദ്ധനും നെറ്റിലുമായ ദൈവമേ സ്വർഗീയ പിതാവേ, നിന്റെ സ്നേഹത്തിനായി കരുതുന്നതായ സ്തോത്രം. നിന്റെ ഹിതപ്രകാരം കർത്താവ് ലോകമെമ്പാട് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുമല്ല ഭൂരാജ്യക്കന്മാർക്ക് അധിപതിയായി നീ ഉന്നതനായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ജനമായ ഇസ്രായേലിനെ ഭൂമണ്ഡലത്തിൽ നിന്ന് തുടച്ചു മാറ്റുമെന്ന് വാശി പിടിച്ചിരിക്കുന്ന രാജാക്കന്മാർ, വംശങ്ങൾ, ജാതികൾ നിന്റെ നാമത്തിൽ തുടച്ചു മാറ്റപ്പെടുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ കർത്താവ് നിന്നെ അറിയാനിടയാകട്ടെ. നിന്റെ ജനത്തിന് കർത്താവ് നിന്റെ വരവിന് വേണ്ടി ഒരുക്കിയായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. താങ്ക് യു.